ബാക്ക് മൈ ചാനൽ. സോ നമ്മൾ ഇന്നൊരു ഒന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ചാനൽ. കാരണം നമുക്ക് ട്യൂഷന് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഫുൾ ഗെറ്റ് റെഡി വിത്ത് മീ ആയിപ്പോയി കേട്ടോ. എൻ്റെ ചാനൽ കുഴപ്പമില്ല. സൺഫീസ്റ്റ് ഓക്കെ. അപ്പം കുറച്ച് ചളിയൊക്കെ കേൾക്കാം. അപ്പം നമ്മൾ ആദ്യം കുപ്പായം മാറ്റണം, എന്നിട്ട് ഫേസിലേക്ക് ചെയ്യാം. കുപ്പായം മാറ്റി ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇന്നിടാൻ പോകുന്നത് ജീൻസും ഒരു ടോപ്പാണ് കേട്ടോ. ഇത് ഷോർട്ടായിട്ടുള്ള ഒരു ടോപ്പ്. ഇങ്ങനെ ഫേസ് വാഷ് ചെയ്താട്ടോ. രാവിലെ ടവാലിൻ്റെ അംശിഷ്ടങ്ങൾ പോകുന്നില്ല കേട്ടോ സംഭവം. അപ്പം മോയ്സ്ചറൈസറൊക്കെ എന്തൊക്കെയാണ് ഞാനീ പറയണത്. ഓക്കെ, ഐലൈനർ അടിപൊളിയാണെങ്കിലും പക്ഷെ ഇത് പോകുന്നില്ല ഗൈസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതറിയില്ല, പുതിയ മോയ്സ്ചറൈസർ വാങ്ങി ഗൈസ്. എനിക്കിന്ന് ട്യൂഷൻ ക്ലാസ്സിൽ എക്സാമാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. കാരണം 3 ദിവസമായിട്ട് ഗൈഡ്സിൻ്റെ ലോഗ് ബുക്ക് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഉറക്കൊഴിച്ചിരുന്നു. മിനിയാന്നൊക്കെ ഞാൻ ഉറങ്ങിയത് 2 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം സ്കൂൾ വിട്ട് വന്നിരുന്നിട്ട് പഠിച്ചതാണ്. അപ്പോൾ മാർക്കൊന്നും അധികം ഉണ്ടാവില്ല. എനിക്കൊന്നും ഒരു മൂടില്ല. സ്കിൻ കെയർ ഇങ്ങാണ്ട് പോയാലും നമ്മൾ തിരിച്ചു വരുന്നത് നമ്മളല്ലാതെയായിരിക്കും. മോയ്സ്ചറൈസർ ഇട്ടു, നമുക്ക് സൺസ്ക്രീൻ ഇടാം. സണ്ണൊക്കെ ഉണ്ട്, നല്ല വെയിലാക്കണ്ട. സൺകിസ്റ്റ് ഉണ്ട് അമ്മി. എൻ്റെ ലാക്മേ. പക്ഷെ ഇത് ഞാൻ ഇനി വാങ്ങുന്നില്ല കേട്ടോ. ഇത് എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മളിനി മറ്റേ ഡോട്ട് ആൻഡ് കീൻ്റെ ആ സാധനം സിറം മോയ്സ്ചറൈസർ സിറം സൺസ്ക്രീൻ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഉള്ളത് വെച്ച് പോകണം പോലെയാണ്. മോയ്സ്ചറൈസർ എടുത്ത് സൺസ്ക്രീൻ എടുത്തു കേസ്. അങ്ങനെ സൺസ്ക്രീൻ ഇട്ടു. നമുക്ക് ലിപ് ബാം ഇടാം. വല്ലാണ്ട് മേക്കപ്പ് ഒന്നും ചെയ്യാം. നമുക്ക് എന്തായാലും കണ്ണ് എഴുതണം. കണ്ണ് എഴുതിയില്ലേ ഞാൻ ചത്തു കഴിയാനായി. പക്ഷെ ഇതിപ്പോൾ വാങ്ങിയിട്ട് ഓൾമോസ്റ്റ് 10 months ആയി. അല്ല 10 മാസമായില്ലല്ലോ. അയ്യോ 10 മാസം എക്സ്പയർ ചെയ്തു. ഇതിപ്പോൾ വാങ്ങിയിട്ട് ജൂണിലാണ് വാങ്ങിയത്. ജൂണിലാണ് വാങ്ങി. ജൂൺ ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ബട്ട് സ്കൂൾ തുറക്കണതിൻ്റെ 1 day or 2 day മുന്നേ വാങ്ങിയതാണ്. അപ്പം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ 4 months. 4 മാസം കൊണ്ടാണ് ഞാൻ അതിൻ്റെ അടിവേര് വീടെടുത്തത്. എന്തായാലും ഇനി കണ്ണ് എഴുതിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിലോട്ട് പോകാതെക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച സാധനമാണ്. നമുക്കിതിൽ നോക്കി കണ്ണെഴുതാം. അതിന് ആദ്യം നമുക്കൊന്ന് കണ്ണിനെ മേത്തൊന്ന് വല്ലതും ഇട്ട് കൊടുക്കണ്ടേ, എന്നാലല്ലേ കണ്ണ് കാണാനൊരു മൊഞ്ചൊക്കെ ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഏത് ഷെയ്ഡാണ്? ദൂഷി വാങ്ങിയല്ലോ. ഞാൻ കൈ തൊടുന്ന എന്നും വാങ്ങിയിരിക്കും. നമുക്ക് ഐലൈനർ എഴുതണ്ടേ? അപ്പോൾ എഴുതാം. നല്ല ഭംഗിയില്ലേ? നമുക്ക് ഈ കണ്ണത് പോലെ എഴുതണം ഗൈസ്. അങ്ങനെ നമ്മൾ 2 കണ്ണും സക്സസ് ആയിട്ട് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുക? ലിപ്സ്റ്റിക് ഇടാം, ബ്ലഷ് ഇടാം. അതുകൊണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതിൻ്റെ ഐലൈനർ ഏതാണെന്നറിയോ? കാണിച്ചു.
കളർ എസൻസ് എക്സ്റ്റെൻഡ് സൂപ്പർ എക്സ്റ്റെൻഡ് ക്യാമറ. നമ്മൾ ലിപ് ബാം മായ്ച്ച് കളഞ്ഞു. നമ്മൾ ഒരു നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു ഷെയ്ഡാണ് ഇടുന്നത്. ജോവിറ്റ. ഇത് വെച്ചിട്ട് നമ്മൾ ലൈൻ ചെയ്ത് എടുക്കാം കേട്ടോ. അയ്യേ, എനിക്കിഷ്ടപ്പെട്ടില്ല ഈ ഷെയ്ഡൊന്നും. എന്നിട്ട് നമ്മൾ നമ്മുടെ ജസ്റ്റ് ഹെർബ്സിൻ്റെ ഇവനിൽ നിന്നും എടുക്കണം. ഇത് മൾബറി മാവ്. വാഷൗട്ട് അല്ലേ, നമുക്ക് ശിവാങ്കി. സോ നമ്മൾ ബ്ലഷ് ഇടുന്നില്ല, പിന്നെ ഹെയർ പോണിയാക്കി കെട്ടാൻ പോവാണ് ഗൈസ്. പോണി ടെയിലും കൂടി കെട്ടിയിട്ട് നമ്മൾ വയ്ക്കാം. അപ്പം എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് കാണിച്ചില്ല ഗൈസ്. ഇതാണ് കേട്ടോ. നമ്മൾ കാതിലൊന്നും ഇടുന്നില്ല, പിന്നെ കഴുത്തിലും മാറുന്നുണ്ട്.